ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു യൂട്യൂബ് ജേണി ആണ് ഞാൻ പറയുന്നത്. 2 വർഷം ഇപ്പോൾ കംപ്ലീറ്റ് ആയി യൂട്യൂബ് തുടങ്ങിയിട്ട്. ഇതുവരെ മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ല. ഫസ്റ്റ് ഞാൻ അധികം കാര്യമാക്കിയിട്ടില്ലായിരുന്നു, അല്ലാതെ അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ടില്ല യൂട്യൂബ്. പിന്നെ എനിക്ക് ഒരു 500 സബ്സ്ക്രൈബർ ആയപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയി, നമ്മളെ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നു. അതിന് ശേഷം ഞാൻ ഡെയിലി പാട്ട് പാടിയിട്ടും, അതായത് ഷോർട്ടായിരുന്നു കേട്ടോ ഞാൻ പാടിക്കൊണ്ടിരുന്നത്. ഷോർട്സിന് സബ്സ്ക്രൈബർ കൂടുന്നുണ്ടായിരുന്നു, അതുപോലെ വാച്ച് അവർ ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ വാച്ച് അവർ ഒന്നും ആവാത്തത് കൊണ്ട് ഞാൻ ജനുവരി 1 തൊട്ട് ലോങ് വീഡിയോ ഇടാൻ തുടങ്ങി, അതായത് ഒരു കംപ്ലീറ്റ് പാട്ട് ഇടാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് വാച്ച് അവർ ഇപ്പോൾ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഷോർട്ട് ഇടുന്നതിനനുസരിച്ച് ലോങ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം, അപ്പോഴേ വാച്ച് അവർ കൂടുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിശ്ചിത ഒരു സമയം നമ്മൾ ഫിക്സ് ചെയ്യണം. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമയം ഫിക്സ് ചെയ്യണം. നമ്മളെ അനലിറ്റിക്സ് നോക്കിയാൽ അറിയാം നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അനലിറ്റിക്സിൽ നമ്മൾ കളർ ഇങ്ങനെ നോക്കിയിട്ടാണ് അത് മനസ്സിലാക്കുക. പിന്നീട് അതിൻ്റെ ഒരു വീഡിയോ ഇടാം, ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ, എന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇടാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വ്യൂസ് ഒന്നും വരാതിരിക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യും. എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ ചില ഷോർട്ടിൽ എനിക്ക് വ്യൂസ് തീരെ കാണില്ല, 100-ലും താഴെ ആയിരിക്കും. അപ്പോൾ എന്നും ആ 100-ൽ താഴെ തന്നെ ആകുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു മടുപ്പ് തോന്നും. അപ്പം ഞാനത് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ 1-2 ഷോർട്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടോ. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഷോർട്ട് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളെ ഷോർട്ട്, നമ്മുടെ ആ വ്യൂസ് അടുത്ത ഷോട്ടിന് അത്രയും വ്യൂസ് നമുക്ക് കയറിയാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആ എത്ര ഷോട്ടാണോ ഡിലീറ്റ് ചെയ്തത് അത് പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ആ വ്യൂസ് ആയിട്ടേ അടുത്തത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ നമ്മുടെ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ തംബ്നെയിലൊക്കെ നല്ല ആകർഷകമായിട്ടുള്ള രീതിയിൽ തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ വാട്സപ്പിലൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. ആർക്കും ഷെയർ ചെയ്യേണ്ട, അത് നമ്മളെ യൂട്യൂബ് തന്നെ നോക്കിക്കോളും. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ നമ്മൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അത് നേരെ പോസ്റ്റ് ചെയ്യും വാട്സപ്പിൽ, സ്റ്റാറ്റസൊക്കെ ആയിട്ട് വെക്കുക. അപ്പോൾ അത് എല്ലാവരും കണ്ടോണമെന്നില്ല, നമ്മുടെ സ്റ്റാറ്റസ് എല്ലാവരും കാണണമെന്നില്ല. അത് നോക്കിയിട്ട് അപ്പം തന്നെ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെ കിടന്നോട്ടെ, യൂട്യൂബ് തന്നെ അത് നോക്കിക്കോളും കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. ഷെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് കാണുന്നുള്ളവർക്ക് മാത്രം സെൻഡ് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാണുന്നുള്ളവർക്ക് മാത്രം അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് യൂട്യൂബ് തന്നെ നോക്കിക്കോളും. നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എനിക്ക് നല്ലൊരു അനുഭവമുണ്ട്. ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു, ഇപ്പോൾ ആർക്കും ചെയ്യുന്നില്ല. അത് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വ്യൂസ് കയറുന്നുണ്ട്, അതുപോലെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട്. ലോങ് വീഡിയോ ഇട്ടാൽ സബ്സ്ക്രൈബേഴ്സ് കൂടില്ല എന്നൊക്കെ വെറുതെ പറയുകയാണ്. ലോങ് വീഡിയോ ഇട്ടാലേ വാച്ച് അവറും കൂടുള്ളൂ, സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇൻഷോട്ട് എന്ന ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിൽ വളരെ പെട്ടെന്ന് തന്നെ തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ എഡിറ്റിങ്ങും എല്ലാം നല്ലൊരു ആപ്പാണ് ഇൻഷോട്ട്. അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.